ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇൻഫോ മിററിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സുകാരുടെ ദി ലൈറ്റ് ഓൺ ദി ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാലൻസ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതിന് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസിൻ്റെ പകുതി ഭാഗവും നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ബാലൻസ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. നമുക്ക് നോക്കാനുള്ളത് ലെറ്റേഴ്സ് റൈറ്റ് എന്നുള്ള ഭാഗം തൊട്ടാണ് അല്ലേ. അതിന് തൊട്ട് മുൻപ് വരെ ഞാൻ തന്നു കഴിഞ്ഞതാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കയറി നോക്കണം. നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ട് 8ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് പ്രത്യേകമുണ്ട്. അതിനകത്തത് ഉണ്ട്, കയറി കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ബാലൻസ് ആക്ടിവിറ്റീസ് നോക്കുക. ലെറ്റേഴ്സ് റൈറ്റ് ആക്ടിവിറ്റി 1. And yet my heart ached as I did it, the boy said. As he went back to the field, I thought of her all the time I walked. ഏത് സംഭവമാണ്? ആ ഒരു പിക്ചർ വരച്ചില്ലേ? പിക്ചർ വരച്ച സമയത്ത് ആരെ പറ്റി ഓർത്ത കാര്യം പറയുന്നുണ്ട്? സിസ്റ്ററെ പറ്റി ഓർത്ത കാര്യം, ആ സമയത്ത് ഹാർട്ടിനുണ്ടായിരുന്ന പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മെനി തോട്ട്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ത്രൂ ഹിസ് മൈൻഡ് വൈൽ പെയിൻറ്റിങ് ദ പിക്ചേഴ്സ് അല്ലേ. പിക്ചേഴ്സ് പെയിൻറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. വാട്ട് വുഡ് ദോസ് തോട്ട്സ് ബി? അറ്റംപ്റ്റ് എ ഡയറി എൻട്രി ബേസ്ഡ് ഓൺ ദ ബോയ്സ് തോട്ട്സ്. അപ്പം എന്തൊക്കെയായിരിക്കും ആ ചിന്തകൾ? അത് ആ കുട്ടിയുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളൊരു ഡയറി ആയിട്ട് എഴുതുക. എന്തുമായിരിക്കും എഴുതുക? കൂടുതൽ കാര്യവും സിസ്റ്ററെ പറ്റി ആയിരിക്കും അല്ലേ. പിന്നെ എന്ത് പറയും? ആദ്യം എന്ത് പറയും? ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ എൻ്റെ സിസ്റ്ററുടെ ഓർമ്മകളായിരുന്നു ഇന്ന് എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ, വളരെ ചുരുക്കം ചില സെൻറ്റൻസുകളിൽ നമുക്ക് നിർത്താം. മാർക്ക് ബേസ് ചെയ്ത് വേണം എപ്പോഴും എഴുതാൻ. ചില കുട്ടികൾ എഴുതും 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വാരി വലിച്ച് അങ്ങനെ അങ്ങ് എഴുതുന്നതാണ്. ബ്രെവിറ്റി എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ചുരുക്കി എഴുതാം, മാർക്കിനനുസരിച്ചും കൂടി എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എത്ര എഴുതണോ അത്രയും മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ്? ഒരു ഡേറ്റ് വേണം, ഡയറി എൻട്രി ആദ്യം ഒരു ഡേറ്റ് വേണം, അത് ഏത് തീയതിയാണ് എന്നുള്ളതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമും വയ്ക്കാം. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം എത്ര മണിക്കാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ടൈമും കൂടി വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പിന്നെ എന്തെഴുതാം? ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇഫ് ഷീ വാസ് ദെയർ വിത്ത് മീ ഷീ വുഡ് ബി വെരി ഹാപ്പി. ആരാണ് ഷീ? സിസ്റ്ററാണ്, ഓർത്തോളൂ. അപ്പോൾ എന്താ, എൻ്റെ കൂടെ ഇപ്പോൾ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ വളരെ സന്തോഷവതി ആയിരുന്നേനെ എന്നും പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇറ്റ് വാസ് ഹെർ ഗ്രേറ്റ് ഡിസയർ ദാറ്റ് ഐ ഫുൾഫിൽഡ് ടുഡേ. അവളുടെ വലിയൊരാഗ്രഹമാണ് ഞാൻ ഇന്ന് സാധിച്ചത്. മൈ തോട്ട്സ് അബൌട്ട് ഹെർ ലെറ്റ് മീ ആൻഡ് എൻകറേജ്ഡ് മീ ടു കംപ്ലീറ്റ് ദിസ് പിക്ചർ അല്ലേ. അവളെ പറ്റിയുള്ള ചിന്തകളാണ് എന്നെ നയിച്ചതും അതുപോലെ എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ധൈര്യം തന്നതും അവളുടെ ചിന്തകളാണ്. ഇൻഫാക്റ്റ് ഷീ ഗേവ് മീ സ്ട്രെങ്ത് ടു കംപ്ലീറ്റ് അവർ ഡ്രീം വർക്ക് അല്ലേ. ഒരു പക്ഷേ അവളാണ് എനിക്ക് ധൈര്യം തന്നത്, അല്ലെങ്കിൽ എനിക്ക് കരുത്ത് തന്നത്, സ്ട്രെങ്ത് തന്നത്. എന്തിന്? ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. It was very happy to see the happiness in the faces of the viewers. കാഴ്ചക്കാരുടെ മുഖത്തും എന്തുണ്ട്? അത് കണ്ടപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. അത് കാണാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. Their appreciation made me proud. അവരുടെ അപ്രീസിയേഷൻ എന്നെ എന്താണ്? അഭിമാനം ഉള്ള ഒരാളാക്കി മാറ്റി. And I am dedicating all the happiness and love for my dear and dearest sister. ഞാൻ എൻ്റെ എല്ലാ സന്തോഷവും അതുപോലെ എനിക്ക് കിട്ടിയ എല്ലാ അപ്രീസിയേഷനും ഞാൻ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ പറയും. നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാനുണ്ടെങ്കിൽ എഴുതാം, വേറെ രീതിയിൽ എഴുതാനുണ്ടെങ്കിലും എഴുതാം. ഓക്കെയാണേ. ജസ്റ്റ് ഞാനൊരു ആൻസർ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. എഴുതുന്നതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും വരാതെ എഴുതണമെന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതുന്ന എല്ലാ ആൻസേഴ്സും നമ്മുടെ അധ്യാപകർ സ്വീകരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി 2. The boy finally came up with a wonderful painting appreciated by everyone അല്ലേ. അവസാനം എല്ലാവരാലും അപ്രീസിയേഷൻ കിട്ടിയ ഒരു വണ്ടർഫുൾ പെയിൻറ്റിങ്ങുമായിട്ട് ആര് വന്നു? ആ ബോയ് വന്നു. ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് വേർഡ്സ് were the real inspiration behind his achievement. ഈ ഒരു അച്ചീവ്മെൻറ്റ്, ഈ ഒരു നേട്ടത്തിൻ്റെ പിന്നിൽ ആരുടെ ഇൻസ്പിറേഷനാണ് ഉണ്ടായിരുന്നത്? അവൻ്റെ ലിറ്റിൽ സിസ്റ്ററുടെ ഇൻസ്പിറേഷൻ. ഹാവിങ് ഹേർഡ് ഓഫ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദി ബോയ്. അപ്പോൾ ആ കുട്ടിയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിനെ പറ്റി കേട്ടിട്ട് യു ഹാവ് ഡിസൈഡഡ് ടു സെൻഡ് എ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ടു ഹിം. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഒരു അപ്രീസിയേഷൻ, അവന് വേണ്ടിയിട്ട് ഒരു അപ്രീസിയേഷൻ പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ എഴുതണം. അവനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ലെറ്റർ എഴുതണം. റൈറ്റ് ദ ലെറ്റർ. ആ ലെറ്റർ ഒന്ന് എഴുതിക്കുക. എങ്ങനെ എഴുതാം? സ്ഥിരമായിട്ട് കുറേ ഡയലോഗുകളൊക്കെ നമുക്കറിയാം, അതൊക്കെ തന്നെ ആദ്യമേക്കെ എഴുതിയാൽ മതി. പിന്നെ ഇടയ്ക്ക് ആ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മളെ എന്തുവാന്ന് അറിഞ്ഞിട്ട് വേണം എഴുതാൻ.
നിങ്ങളുടെ ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു ഡിസയർ എങ്ങനെ വന്നെന്നുള്ളതും സിസ്റ്റർ നൽകിയ സ്ട്രെങ്തിൻ്റെ കാര്യം എഴുതാം. ആ പിക്ചറിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ അങ്ങനെ എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ വേറെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഒരേപോലെയുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും എഴുതാം. അതൊക്കെ നമ്മളുടെ അപ്പോഴത്തെ ഐഡിയ വെച്ച് എഴുതുക. അതും മാർക്ക് ബേസ് ചെയ്ത് വേണം എഴുതാൻ. അപ്പം നമുക്ക് എഴുതാം. എന്ത് വേണം? ഇതൊരു ഒഫീഷ്യൽ ലെറ്റർ ഒന്നും അല്ല, ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ്. അപ്പം ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒന്നും വെച്ച് അങ്ങനെ ഒന്നും എഴുതണമെന്നില്ല. പ്ലേസും ഡേറ്റും വെച്ച് അങ്ങ് എഴുതി പോയാൽ മതി കേട്ടോ. അപ്പം മുംബൈ എന്ന് വയ്ക്കുക, ഇഷ്ടമുള്ള സ്ഥലം വയ്ക്കുക കേട്ടോ. മുംബൈ ഞാൻ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, 10th മാർച്ച്. മാർച്ച് 10 എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും അതിന് വേറെ ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഡേ മോൻ്റെ പിറന്നാൾ. ഡിയർ ആരുഷ്, മോൻ്റെ പേരാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ആരുഷ്. എന്താ പറയണേ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ഹേർഡ് അബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നിനക്ക് സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം അങ്ങനെ ചോദിക്കാം. ഐ എം എക്സ്ട്രീംലി ഹാപ്പി, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തിനാണ്? ടു ഹേർഡ് അബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്, നിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇറ്റ് വാസ് മൈ വിഷ് ടു ദാറ്റ് യുവർ ഡ്രീം വർക്ക് ഷുഡ് ബി ഫിനിഷ്ഡ് വെൽ. എൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു എന്ത്? നിൻ്റെ ഈ ഒരു വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആകണമെന്ന്. ഇത് അയാളുടെ ഒരു കൂട്ടുകാരൻ എഴുതുന്ന രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. യുവർ സിസ്റ്റർ വുഡ് ബി ഹാപ്പി ടു സീ യുവർ പെയിൻറ്റിങ്സ് ഫ്രം ദി ഹെവൻ. എന്താ? നിൻ്റെ സിസ്റ്റർക്കും വളരെ സന്തോഷമാവും. എങ്ങനെ? അവൾ ഈ പെയിൻറ്റിങ് എവിടെ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട്? ഹെവനിലിരുന്നുകൊണ്ട്, സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവളും ഒരുപക്ഷെ വളരെയധികം സന്തോഷവതിയായിരിക്കാം. ഇറ്റ് ഈസ് എ ഇൻസ്പിറേഷൻ ദാറ്റ് ലീഡ് യു ടു കംപ്ലീറ്റ് യുവർ മാസ്റ്റർ വർക്ക് എവർ. അവളുടെ ആ ഒരു ഇൻസ്പിറേഷനാണ് നിന്നെ എന്ത് ചെയ്തത്? നിൻ്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസ് എന്ന് പറയില്ല, അതുപോലൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നെ നയിച്ചത് ആരുടെ ആ ഒരു ഇൻസ്പിറേഷനാണ്? നിൻ്റെ സഹോദരിയുടെ ഇൻസ്പിറേഷനാണ്. നൗ ദ ഹോൾ വേൾഡ് അപ്രീഷിയേറ്റഡ് യു ആൻഡ് യുവർ വർക്ക്. ഇപ്പോൾ ഈ ഒരു ലോകം മുഴുവൻ നിന്നെയും നിൻ്റെ വർക്കിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് റിയലി എ ബ്ലെസ്സിങ്. ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഗോ അഹെഡ് ഡിയർ. എന്താണ്? മുന്നോട്ട് പൊയ്ക്കോളുക. യുവർ സിസ്റ്റർ വിൽ ബി ദെയർ ആസ് എൻ ഇൻസ്പിറേഷൻ ഫോർ യു എവർ. നിൻ്റെ സിസ്റ്റർ എന്നും നിനക്കൊരു ഇൻസ്പിറേഷനായി നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വിത്ത് ലവ്. പേര് ചുരുക്കി എഴുതിയിട്ടുള്ളൂ. മാർക്ക് അനുസരിച്ച് എഴുതണം. ഒരുപാട് എഴുതണം എന്നുണ്ടെങ്കിൽ സമ്മറിയൊക്കെ വെച്ച്, അത് നമ്മുടെ ഐഡിയ ആണ്. കഥയുടെ സമ്മറി എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് അങ്ങോട്ട് എഴുതിയിട്ടെന്താ, ഞാൻ ആകെ ഒരു എസ്സേ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് ഞാൻ ഇവിടെ എഴുതുമെന്നും പറഞ്ഞുകൊണ്ട് ഫുള്ളായിട്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. എന്ത് കാര്യമാണോ അവിടെ എഴുതേണ്ടത് അത് മാത്രം എഴുതിയാൽ മതി. പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുത്ത് എഴുതാം. അപ്പം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഈ പിക്ചർ നടക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. പിന്നെന്താ, പിന്നീട് നിനക്ക് ഈ ഒരു ധൈര്യം പിന്നീട് കിട്ടിയത് ഒരു പക്ഷേ നിൻ്റെ സഹോദരിയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അന്ന് നിങ്ങൾ ആ ഫീൽഡിൽ പോയപ്പോൾ കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് പകർത്താൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്ത് അതൊന്ന് വലുതാക്കി എഴുതാം. അതല്ല, ഇത്രയും ചുരുക്കം സെൻറ്റൻസിൽ മാത്രം എഴുതിയാൽ ഒരു പ്രശ്നവും ഇല്ല. മാർക്കിനൊന്നും അങ്ങനെ വലിയ കുറവൊന്നും വരത്തില്ല കേട്ടോ. ആ ബോഡി കറക്റ്റ് ആയിരിക്കണം. ആ പ്ലേസും ഡേറ്റും ഒക്കെ വയ്ക്കുന്നതും ആ സല്യൂട്ടേഷൻ വേണം. അത് സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിളിക്കില്ലേ മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആണെന്ന് വേണം. ബോഡിയെല്ലാം കറക്റ്റ് ആണെങ്കിൽ അതിന് നല്ല മാർക്ക് ഉണ്ടാവും. എഴുതുന്ന സെൻറ്റൻസിനകത്ത് മിസ്റ്റേക്ക് വരാതെ എഴുതിയാൽ അതിനും മാർക്കുണ്ട്. ഒരുപാട് മിസ്റ്റേക്സ് വരുത്താതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 3, സ്റ്റഡി ദ വേർഡ് വെബ് ഗിവൺ ബിലോ. താഴെ ഒരു വേർഡിൻ്റെ ഒരു വെബ് തന്നിട്ടുണ്ട്. ദ വെബ് ഷോസ് സം ക്ലൂസ് റിലേറ്റഡ് ടു ദ ബോയ് ആൻഡ് ഹിസ് ക്യാരക്ടർ. ഈ തന്നിരിക്കുന്നത് ആരെ പറ്റിയിട്ടുള്ള ക്ലൂകളാ, ഹിൻറ്റുകൾ? ആരെ പറ്റിയാ? ബോയെ പറ്റിയും അവൻ്റെ ക്യാരക്ടറിനെ പറ്റിയും. നൗ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് യൂസിങ് ദ എക്സ്പ്രഷൻസ് ഇൻ ദ വേർഡ് വെബ്. തന്നിരിക്കുന്ന വെച്ചിട്ട് ആരെ പറ്റി ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതണം. ആരുടെ സ്വഭാവത്തെ പറ്റി എഴുതേണ്ടത് നമുക്ക്? ബോയിയുടെ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ദി ബോയ് എന്താണ്? സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് ഹിസ് സിസ്റ്റർ അല്ലേ, സിസ്റ്ററെ പറ്റി സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ലേറ്റർ ബിക്കെയിം എ കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റ്, പിന്നീട് ഒരു നല്ല ആർട്ടിസ്റ്റായി മാറുന്നു. എൻകറേജ്മെൻറ്റ് ഫ്രം ഹിസ് സിസ്റ്റർ എന്ന് തന്നിട്ടുണ്ട്. ഗോട്ട് സ്ട്രേഞ്ച് പവർ. ഓഡിയൻസ് പ്രൈസ്ഡ് ഹിസ് പിക്ചർ. എന്താ? ഓഡിയൻസ് പിക്ചറിനെ എന്ത് ചെയ്യുന്നു? പ്രൈസ് ചെയ്യുന്നു, പുകഴ്ത്തുന്നു. പിന്നെ ഗോഡ് സ്ട്രേഞ്ച് പവർ എന്ന് വെച്ചാൽ എവിടുന്നോ ഒരു അദൃശ്യമായ ഒരു ശക്തി വരുന്നു.
സീംസ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് ഡെഡ് സിസ്റ്ററിൻ്റെ വോയിസ് കേട്ടതുപോലെ തോന്നുന്നു. നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദ ബിഗിനിങ്, ആദ്യമേ എന്തല്ല, കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ലവ്സ് ഹിസ് സിസ്റ്റർ വെരി മച്ച്, സിസ്റ്ററിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ തന്നിരിക്കുന്ന ഒന്നും ഓർഡറിലല്ല. ആദ്യം ഏത് സെൻറ്റൻസ് ആണോ എഴുതേണ്ടത്, അവസാനം ഏതാ എഴുതേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം. ഓടി വന്ന് ഫസ്റ്റിൽ ഏറ്റവും മേളിൽ കിടക്കുന്നതല്ല എഴുതേണ്ടത്. ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇത് കറക്റ്റ് ഒരു ഓർഡറിലാക്കുക. ആദ്യമേ ആ കുട്ടിയെ പറ്റി നമുക്ക് എന്താണ് ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ പറയാനുള്ളത് അത് കണ്ടെത്തിയതിന് ശേഷം അടുത്തത് ഏത് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് എവിടെ നിർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചതിന് ശേഷം എഴുതി തുടങ്ങുക. നമുക്കിതിനെല്ലാം 1, 2 എന്ന് നമ്പർ ഇട്ട് വെക്കാം. എന്നിട്ട് ഇതിനെ സെൻറ്റൻസ് ആക്കി മാറ്റുക. ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓൾറെഡി ഞാനിവിടെ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് എഴുതാൻ പറ്റും, കാര്യം ഹിൻറ്റുകൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സെൻറ്റൻസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാത്ത അതുകൊണ്ടാണ്, വേണമെങ്കിൽ എനിക്കിത് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് വായിച്ച് കേൾപ്പിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓണായിട്ട് അത് എഴുതണം. കാര്യം തന്നിരിക്കുന്ന ഹിൻസ് പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, ഇതായിരിക്കില്ല ചോദിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ കുറേ ഹിൻസ് തരും. ഹിൻസ് തന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് എഴുതാനായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഈ ഒരു ഹിൻസ് വെച്ചിട്ട് നിങ്ങൾ താനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതി നോക്കണം. എഴുതുമ്പോഴത്തേക്കും കുറേ മിസ്റ്റേക്സ് വരും. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്കാണ്, നിങ്ങൾക്ക് മാത്രമല്ല. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാ എല്ലാം ശരിയായി, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നും അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എൻഡെന്ന് പറഞ്ഞാൽ. ആ കൂട്ടുകാരനല്ല നമ്മളുടെ ഏറ്റവും വലിയ മത്സരാർത്ഥി, നമ്മുടെ കൂടെ മത്സരിക്കുന്ന ആൾ. ഒരുപാട് പേര് വേറെ വരും. അപ്പം ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തെറ്റും ശരി നിങ്ങൾ തന്നെ തിരുത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ തിരുത്താൻ പറ്റും. ഓണായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ ആദ്യം വരുത്തിയ തെറ്റ് പിന്നീട് വരത്തില്ല. അങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തി നമ്മൾ പുതിയതായിട്ട് എഴുതി പഠിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് എഴുതി നോക്കുക. തെറ്റുകളൊക്കെ വരും. തെറ്റുകളൊക്കെ തിരുത്തിയതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്തു പോകാം. എങ്ങനെയാണ് ഓരോന്ന് ചെയ്യുക. ഗ്രാജുവലി നമുക്ക് വ്യത്യാസം വരും. അപ്പം നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ഈ കിടക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് പിന്നീട് എഴുതിയെടുക്കാം. അല്ലാതെ ആദ്യമേ തന്നെ നോട്ട്സിനകത്ത് പകർത്തി വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ ഒരിക്കലും നിങ്ങളത് തന്നെ എഴുതി പഠിക്കില്ല. അതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കറിയാം ചില കുട്ടികൾ അത് ശ്രദ്ധിക്കില്ല. ചില കുട്ടികൾ അത് എഴുതിയെടുക്കും. പക്ഷേ വേറെ ചില കുട്ടികളുണ്ട്, അവരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങൾ എഴുതിയൊക്കെ നോക്കി. ഞാൻ വാട്സപ്പിലൊക്കെ അങ്ങനത്തെ മെസ്സേജ് കാണുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിപ്പം സ്വന്തമായിട്ട് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചറെ, വളരെ നന്ദി എന്ന് പറഞ്ഞ് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ എഴുതി ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. ഇനി അടുത്ത എന്താണ്? Now construct a similar word web about the little girl in this story. ഇനി ആരുണ്ട്? ബോയ് മാത്രമല്ല ഗേളും ഉണ്ടല്ലേ. അപ്പോൾ ഗേളിനെ പറ്റിയിട്ടും കൂടി എന്ത് നമ്മൾ ചെയ്യണം? ആ കുട്ടിയെ കൂടി പറ്റി ക്യാരക്ടർ സ്കെച്ച് നമ്മളിവിടെ ചെയ്യണം. സിമിലർ വേർഡ് വെബ്, ആദ്യം നമ്മൾ വേർഡ് വെബ് ചെയ്യണം. അതിനുശേഷം attempt a character sketch of the little girl using the web. ഇതുപയോഗിച്ച് ലിറ്റിൽ ഗേളിനെ പറ്റിയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആ വേർഡ് വെബ് ചെയ്യാം. ലിറ്റിൽ ഗേൾ എന്നുള്ളത് എൻകറേജസ് ഹർ ബ്രദർ, ലവ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി, ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക്, എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ലവ്ഡ് ഹർ ബ്രദർ, ലവർ ഓഫ് പിക്ചേഴ്സ്, വെരി ഓണസ്റ്റ്, was ready to do everything for whom she loved. എന്നും പാടുള്ള കാര്യങ്ങളല്ലല്ലോ, എളുപ്പമുള്ള വേർഡ്സാണ്. അപ്പം അത് വെച്ചിട്ട് ആരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചും കൂടി ചെയ്യാൻ നോക്കണം നമുക്ക്. ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ചും കൂടി ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അത്രയും ചെയ്ത് അതും ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓണായിട്ട് ഇത് വെച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കണം. സിമ്പിൾ സെൻറ്റൻസ് മതി. വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ ഇട്ട് ക്ലോസുകളൊന്നും ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിൾ സെൻറ്റൻസ്, സബ്ജക്റ്റും വെർബും വെച്ച് വരുന്ന സിമ്പിൾ കുഞ്ഞു സെൻറ്റൻസുകളായാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ആയാലും മതി. എഴുതുന്ന സെൻറ്റൻസിൽ മിസ്റ്റേക്ക് വരരുതെന്നേ ഉള്ളൂ. ഒരുപാട് വലിയ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിൽ എഴുതി പോയാൽ മതി. നമുക്കറിയാവുന്ന വേർഡ്സ് വെച്ച് എഴുതി നോക്കുക. പിന്നീട് നമുക്ക് പുതിയ വേർഡ്സുകൾ ട്രൈ ചെയ്യാം കേട്ടോ. അടുത്തത് ലെറ്റ് us speak ആക്ടിവിറ്റി 1. The boy in the story says,
ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. അപ്പോൾ എന്താ പറയുന്നത്, നല്ല രീതിയിൽ ചെയ്യണം, അപ്പോൾ അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും എന്ന് പറയുമ്പോൾ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, എന്താ, അപ്പം ഞാൻ മോശമായിട്ട് ചെയ്താൽ അത് അവർക്ക് വിഷമാവോ എന്ന് ചോദിക്കുന്നില്ലേ, അതാണ്. എവറി ഡേ വി എൻഗേജ് അവർ സെൽസ് ഇൻ മെനി ആക്ടിവിറ്റീസ്. എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുകയാണ്. സം ഓഫ് ദം മേക്ക് ദ പീപ്പിൾ അറൗണ്ട് us ഹാപ്പി. ചിലത് നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കും. വൈൽ സം അതേഴ്സ് മേ മേക്ക് ദം അൺഹാപ്പി. പക്ഷേ വേറെ ചിലതുണ്ട്, അതവരെ എങ്ങനെയാക്കി മാറ്റും, വിഷമിപ്പിക്കും, അൺഹാപ്പി ആക്കി മാറ്റും, സന്തോഷമില്ലാതാക്കി മാറ്റും. സിറ്റ് ഇൻ ഗ്രൂപ്പ്സിലിരിക്കുക ആൻഡ് ഡിസ്കസ് ദ കൈൻഡ്സ് ഓഫ് തിങ്സ് യു ഹാവ് ഡൺ ദാറ്റ് മെയ്ഡ് യുവർ പാരൻസ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാപ്പി ഓർ അൺഹാപ്പി. നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ സന്തോഷിപ്പിച്ചതും അതുപോലെ തന്നെ അവരെ അൺഹാപ്പി ആക്കിയതുമായ കുറേ കാര്യങ്ങൾ നിങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ, അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് എഴുതുക. യു മേ യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. മൈ പാരൻസ് വെരി ഹാപ്പി വെൻ എൻ്റെ വീട്ടുകാർക്ക് സന്തോഷമായി എപ്പോൾ, ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചപ്പോഴല്ലേ, അതെഴുതുക. ദേ ഗോട്ട് അനോയ്ഡ്. അവർക്ക് ദേഷ്യം വന്ന് ഒരു വഴക്ക് പറഞ്ഞു എപ്പോൾ, വെനായി ഒന്നുകിൽ ഫെയിൽ ചെയ്തപ്പോൾ, മാർക്ക് കുറച്ച് വാങ്ങിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയപ്പോൾ എന്ന് എഴുതാം. അടുത്ത എന്താണ് ആക്ടിവിറ്റി 2. വിസിറ്റ് www.youtube.com and watch Seven Suki's speech delivered in the UN Earth Summit at Rio de Janeiro. റിയോ ഡി ജനീറോയിൽ നടന്ന ഒരു സമ്മിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഉച്ചകോടി. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു സ്പീച്ച് ഇവിടെ ഉണ്ടായിരുന്നു, യൂട്യൂബിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ തരുന്നുണ്ട്. ആരാണ്? സെവൻ കുലീസ് സുസുക്കി വാസ് എ 12-year-old ഗേൾ ഹു സ്പോക്ക് അറ്റ് ദി UN Earth Summit. എർത്തിൻ്റെ ഒരു ഉച്ചകോടി നടന്നു, ഭൗമ ഉച്ചകോടി നടന്നു. എവിടെ? റിയോ ഡി ജനീറോയിൽ. അപ്പോൾ ഏത് വർഷം? 1992. അവിടെ ആര് സംസാരിച്ചു? 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, പേരാണ് സെവൻ കുലീസ് സുസുക്കി. ആ കുട്ടി സംസാരിച്ചു. ഹർ സ്പീച്ച് ഈസ് ടച്ചിങ് ആൻഡ് എൻകറേജിങ്. അവളുടെ സ്പീച്ച് ടച്ചിങ് ആയിരുന്നു, അതുപോലെ എൻകറേജിങ് ആയിരുന്നു. ലിസൺ ടു ഹർ സ്പീച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് മേക്സ് ഹർ സ്പീച്ച് ഇൻസ്പയറിങ്. അവളുടെ ആ സ്പീച്ച് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് എന്ത് മനസ്സിലാക്കുക, എന്താണ് അവളുടെ സ്പീച്ചിനെ ഇൻസ്പയറിങ് ആക്കി മാറ്റുന്നത്. You may also visit www.ted.org for watching more inspiring speeches. ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട്, എന്താണ്, അതിൽ കയറി നോക്കുമ്പോൾ കൂടുതൽ ഇത് കണക്കത്തെ സ്പീച്ചുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. Let the learners list out the features of this speech. അപ്പോൾ ആ സ്പീച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. Conduct a discussion based on the features of a speech. ഒരു സ്പീച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു യു തിങ്ക് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് സ്പീച്ച്. അപ്പം നിങ്ങൾ നോക്കിയ ഈ താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഒരു ഗുഡ് സ്പീച്ച്, ഒരു നല്ല സ്പീച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. എ ഗുഡ് സ്പീച്ച് ബിഗിൻസ് വിത്ത് എ സല്യൂട്ടേഷൻ അഡ്രസ്സിങ് ദി ഓഡിയൻസ്. വേണ്ടേ? ഓടി വന്ന് അങ്ങ് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കയറി നിന്നിട്ട് ആരെയൊക്കെ ആ സദസ്സിലിരിക്കുന്നവരെയോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ പറയണ്ടേ? സല്യൂട്ടേഷൻ വേണ്ടേ? വേണം. അടുത്ത് ഇൻക്ലൂഡ്സ് കൊട്ടേഷൻസ് അത് നല്ലത് കാര്യമാണ്, പക്ഷേ ഉറപ്പായിട്ടും കൊട്ടേഷൻസ് അതിൽ ഉൾക്കൊള്ളിക്കണം നിർബന്ധമായിട്ടില്ല, പക്ഷേ അതുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അത് അതിനകത്ത് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല, അതും കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇൻക്ലൂഡ് സ്റ്റോറീസ്, അനക്ഡോട്ട്സ് എക്സെട്ര. ഓരോരുത്തരുടെ കഥകളോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചേർക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇതൊക്കെ നെസസറി ആയിട്ട് വേണം എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നല്ലതാണ്. യൂസസ് ഹ്യൂമർ വേണം. നിർബന്ധമുണ്ടോ? അതും നിർബന്ധമല്ല, ഉപയോഗിക്കാം. കാര്യം ഓഡിയൻസിനെ ബേസ് ചെയ്തിരിക്കും. കുട്ടികളെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ ഹ്യൂമറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, സ്റ്റോറികളൊക്കെ ഉപയോഗിക്കാം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. വിൽ ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എൻ എൻഡ്. ഉറപ്പല്ലേ? ഒരു തുടക്കം വേണം, ഒരു മിഡിൽ വേണം, ഒരു എൻഡ് വേണം, ഉറപ്പായിട്ടും വേണം. വിൽ ഹാവ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഐഡിയാസ്. പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ഐഡിയാസ്, എന്തൊക്കെയാണ് ചെയ്യാൻ പറയേണ്ടുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയ വേണം, ഉറപ്പായിട്ടും വേണം. വിൽ ഹാവ് ഐഡിയാസ് സപ്പോർട്ടഡ് വിത്ത് ഡീറ്റെയിൽസ് ആൻഡ് എക്സാമ്പിൾസ്. എന്താണ്? കുറേ ഡീറ്റെയിൽസും കുറേ എക്സാമ്പിൾസും ഒക്കെ ആ ഐഡിയയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഉറപ്പായിട്ടും അതെ.
ഈസ് വൺ ഇൻ വിച്ച് ദ സ്പീക്കർ യൂസസ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് ആൻഡ് വോയിസ് മോഡുലേഷൻ. അല്ലേ? എന്താ നല്ല വോയിസ്. നമ്മൾ ഇവിടെ വന്ന് നിന്ന് പെയ്യനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉറക്കെ പറയേണ്ട കാര്യങ്ങൾ ഉറക്കെ പറയണം, സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ പറയണം. അതുപോലെ തന്നെ നോട്ടത്തിനായാലും അവരുടെ ആക്ഷൻസിനായാലും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഉറപ്പാണ്. Prepare a speech to be presented in the school assembly, highlighting the importance of motivation and hard work to attain success in life. എന്താണ്? നിങ്ങൾക്ക് ഓണായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഒരു സ്പീച്ച് എഴുതുക. എങ്ങനെ എഴുതുക? അതിന് എന്തൊക്കെ വേണം എന്നിവിടെ തന്നിട്ടുണ്ട്. ടു ബി പ്രസൻറ്റ് ഇൻ ദ സ്കൂൾ അസംബ്ലി. സ്കൂൾ അസംബ്ലിയിലാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ സല്യൂട്ടേഷൻ ആരായിരിക്കും? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അല്ലേ? അങ്ങനെ പറഞ്ഞ് തുടങ്ങാം. പിന്നെന്താണ്? ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ഒരാളുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ, മറ്റൊരാളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ, മറ്റൊരാളിൽ നിന്ന് മാത്രമല്ല, ഇൻസ്പിറേഷൻ. മോട്ടിവേഷൻ രണ്ട് തരത്തിലുണ്ട്. നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന മോട്ടിവേഷനും ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെപ്പറ്റി പറയണം. ആൻഡ് ഹാർഡ് വർക്ക്. എന്താണ്? കഷ്ടപ്പെടാതെ നേടാൻ പറ്റുമോ എന്തെങ്കിലും? ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി പറയുക. ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കാൻ മോട്ടിവേഷൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഉള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? You are free to include examples from the life of the boy depicted in the story The Light on the Hills. അപ്പോൾ എന്താ? നിങ്ങൾക്ക് ആ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിനെ ബേസ് ചെയ്ത് എഴുതാം. അതിൻ്റെ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഉറപ്പായിട്ടും അതൊക്കെ തരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എഴുതാനാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടുന്നത്? ഹാർഡ് വർക്കിൻ്റെയും മോട്ടിവേഷൻ്റെയും കാര്യം. ഒരാളുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആരുടെ മോട്ടിവേഷനാണ്? ഉറപ്പായിട്ടും എന്നോട് വെച്ചാൽ ഞാൻ പറയുന്നത് പാരൻസിൻ്റെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹത്തിന് മുൻപ് വരെയും നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ മോട്ടിവേഷനും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. ഇതിനൊക്കെ അപ്പുറമാണ് നമ്മുടെ ഹാർഡ് വർക്ക്. അല്ലേ? ഈ ഒരു കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യം വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആ ലൈറ്റ് ഓൺ ദി ഹിൽസ് എന്ന ചാപ്റ്ററിൻ്റെ പശ്ചാത്തലവും കൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അതുപോലെ ഇൻ ദി ചാപ്റ്റർ അല്ലെങ്കിൽ ഇൻ ദി സ്റ്റോറി എന്നും പറഞ്ഞ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേരും വെച്ച് നമുക്ക് എഴുതാം. എന്താണ്? അവിടെ ഒരു കുട്ടിക്ക് കിട്ടിയ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഫ്രം ദി സൈഡ് ഓഫ് ഹിസ് സിസ്റ്റർ. സഹോദരിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ മോട്ടിവേഷനാണ് ആ കുട്ടി എന്തായി മാറ്റി? അല്ലേ? അവൻ്റെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കി മാറ്റിയത് ആരാണ്? ആ ഒരു സഹോദരിയുടെ സപ്പോർട്ടാണ്. ഈവൻ ആഫ്റ്റർ ഹർ ഡെത്ത്, അവളുടെ മരണത്തിന് ശേഷവും അവളുടെ ആ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും അവൻ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. അത് ഒരു സ്ട്രേഞ്ച് വോയിസ്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള പവർ അവൻ്റെ ലൈഫിൽ വന്നു എന്ന് പറയുന്നില്ലേ? അതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു സ്പീച്ച് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പാടുണ്ടോ? എളുപ്പമാണ്. സ്വന്തമായിട്ട് എഴുതി നോക്കുക. അതിനുശേഷം മാത്രം തന്നിരിക്കുന്ന സ്പീച്ച് എഴുതിയെടുക്കുക. ഓക്കെയാണേ? നിങ്ങൾ എഴുതുന്നതിനകത്ത് മിസ്റ്റേക്സ് കുറവാണെങ്കിൽ ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കുക. എനിക്ക് വാട്സപ്പിൽ അയച്ചു തരരുത്, കാര്യം എനിക്ക് സമയമില്ല. എനിക്ക് വാട്സപ്പിൽ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എത്ര ക്ലാസ്സുകാരാണെന്നറിയാം ഓരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അയക്കുക. അപ്പോൾ എനിക്ക് സമയം കിട്ടില്ല. ഞാൻ എല്ലാവരുടെ പറയുന്നതാണ്. ഇതൊക്കെ തന്നെ രാത്രിയിൽ എടുക്കുന്ന വീഡിയോസാണ്. ഇനി 2 വീഡിയോയും കൂടി എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോകാനായിട്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 9 മണിയോളമായി. അപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടില്ല. വാട്സപ്പിൽ ഞാൻ ഇതുവരെ കയറി നോക്കിയിട്ടില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ നോക്കുമ്പോൾ അറിയാം എത്ര പേര് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന്. എപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. സമയം കിട്ടിയ ഉറപ്പായിട്ടും ഞാൻ എല്ലാ ഹെൽപ്പും വാട്സപ്പ് വഴിയായാലും ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നേനെ. സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എഴുതിയ മിസ്റ്റേക്സ് നമ്മളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ തന്നെ കാണിക്കുക, അവർ തിരുത്തി തരും. ഓക്കെ? അങ്ങനെ നമ്മൾ പഠിച്ചു പോവാം. ഓക്കെയാണ്. അടുത്ത എന്താണ്? ലെറ്റസ് ഡിസ്കവർ ഹൗ ഗ്രാമർ വർക്ക്സ്. ഇത് എന്താണ്? ഗ്രാമറിനെ പറ്റിയിട്ടുണ്ടല്ലേ? ലെറ്റസ് ഡിസ്കവർ, കണ്ടെത്തണം. എങ്ങനെ? ഹൗ ഗ്രാമർ വർക്ക്സ്. ഗ്രാമർ എങ്ങനെയാണെന്ന് നോക്കുക. ആക്ടിവിറ്റി 1 തന്നിരിക്കുന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇഫ് ക്ലോസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുൻപായിട്ട് ഇഫ് ക്ലോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പല പ്രോബബിലിറ്റി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ സൈഡിൽ ഇന്ന ടെൻസ് വന്നാൽ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ടെൻസ് വേണം. അങ്ങനെയൊക്കെ ഉള്ള കുറേ റൂൾസ് ഉണ്ട്. 2 ഭാഗമായിട്ടാണ് നമ്മൾ ഇഫ് ക്ലോസ് പറയുന്നത്. അതിനകത്ത് തന്നെ ഒരു റിലേറ്റീവ് ക്ലോസും അതുപോലെ ഒരു കണ്ടീഷണൽ ക്ലോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തരാം. ഞാൻ ഇപ്പോൾ എന്താണ് ജസ്റ്റ് ഇതിനകത്ത് തന്നിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. Look at the following sentences using in the story.
അപ്പോൾ സെൻറ്റൻസസ് എവിടെ സ്റ്റോറിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളാണ് താഴെയുള്ളത്. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി. അപ്പോൾ ഒറ്റ ഒരു കാര്യം പറയാം, ഇഫ് യു ഡു. അപ്പം അവിടുത്തെ വേർബ് ഏതാണ്? ഡു എന്നുള്ളതാണ്. ഓക്കെയാണേ, നമ്മുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ഡു എന്ന് പറഞ്ഞത് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. പീപ്പിൾ വിൽ നോ. അപ്പോൾ ഇവിടെ ഡു വന്നപ്പോൾ അപ്പുറത്ത് എന്തായി മാറി? ഇപ്പോൾ അതായത് ഇപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ, നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതിയാൽ അത് പ്രസൻറ്റ് കാര്യം. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുക. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നല്ല രീതിയിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അപ്പോൾ അടുത്ത എൻ്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാണ്? ഫ്യൂച്ചറിലാണ് അല്ലേ? അത് ഓർത്താൽ മതി. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന റിസൾട്ട് എന്താണ്? യു വിൽ പാസ് അല്ലേ? നിങ്ങൾ നന്നായിട്ട് പാസ്സാവും. ഇവിടെ പ്രസൻറ്റ് ടെൻസ് അല്ലേ? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി. അത് പകുതി, അതവിടെ നിന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്താണ്? ഇപ്പോൾ നീ അത് അങ്ങനെ ചെയ്താൽ അടുത്തത് എന്താ? റിസൾട്ട് വരുന്നത് എവിടെയാണ്? ഫ്യൂച്ചറിലാണ്. അപ്പോൾ എന്ത് വരും? പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. എത്രത്തോളം നീ കഷ്ടപ്പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും എന്ന് പിന്നീടാണ്. അപ്പോൾ എന്താ വേണ്ട? യു വിൽ. അത് ഏത് ടെൻസാണ്? ഫ്യൂച്ചർ. പ്രസൻറ്റ് ഇവിടെ വന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്ത് വന്നു? ഫ്യൂച്ചറാണ് വന്നത്. വില്ലോ ഷോളോ വെച്ചിട്ട് ഫ്യൂച്ചറാണ് വന്നത്. ഇഫ് ഐ വോണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ്. അവിടെയും വോണ്ട് ടു ഡു എന്താണ്? ഏത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസ്. വെരി ബെസ്റ്റ് ഐ വിൽ ഉണ്ടോ? ഐ വിൽ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്താ വന്നത്? ഫ്യൂച്ചറിലെ കാര്യം. അപ്പോൾ അത് ഓർക്കാം. ദീസ് സെൻറ്റൻസസ് ഡീൽ വിത്ത് ലൈക്ലി സിറ്റുവേഷൻ ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഉണ്ടോ? പ്രസൻറ്റിലെയോ ഫ്യൂച്ചറിലെയോ സിറ്റുവേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദി സിറ്റുവേഷൻസ് വി ഡിസ്ക്രൈബ് മേ നോട്ട് ഹാവ് ഹാപ്പൻഡ് യെറ്റ്. അല്ലേ? അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. ബട്ട് ദേ ആർ ലൈക്ലി ടു ഹാപ്പൻ ബിക്കോസ് വി ക്യാൻ ഈസിലി ഇമാജിൻ ദം ഹാപ്പനിങ്. പക്ഷെ എന്താ? അത് സാധിക്കാം അല്ലേ? വേണമെങ്കിൽ നടക്കാം. കാര്യം എന്താ? അത് കഴിഞ്ഞ കാര്യമല്ല. കഴിഞ്ഞ ഒരു കാര്യമാണെങ്കിൽ നമുക്കിനി അയ്യോ അന്ന് എന്താ ചിലർ പറയുന്ന കണക്ക് എന്താ, ഞാൻ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു. നന്നായിട്ട് എഴുതിയായിരുന്നോ? ഇല്ല. അപ്പോൾ എന്താ? കഴിഞ്ഞു പോയി. ഇപ്പം കഴിഞ്ഞു പോയിട്ട് റിസൾട്ട് വന്ന് പേപ്പർ കൈ വെച്ചിട്ട് നമ്മൾ എന്ത് പറയുക? നന്നായിട്ട് എഴുതിയിരുന്നെങ്കിൽ നല്ല മാർക്ക് എനിക്ക് കിട്ടിയേനെ എന്ന് പറയുന്നു. അപ്പോൾ എന്താ സംഭവം? ഓൾറെഡി അത് കഴിഞ്ഞു പോയി. നല്ല മാർക്ക് കിട്ടിയോ? ഇല്ല. ആ ഒരു കണ്ടീഷനാണോ ഇപ്പോൾ പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞത് അല്ല. അതെന്താണ്? എക്സാം നടന്ന് കഴിഞ്ഞിട്ടില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ? നടക്കുമ്പോൾ പഠിച്ചിട്ട് മര്യാദയ്ക്ക് പഠിച്ചിട്ട് എഴുതിയാൽ ഉറപ്പായിട്ട് നല്ല മാർക്ക് കിട്ടും. അതെന്താണ്? പ്രോബബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നടക്കാം. അങ്ങനെയുള്ളൊരു കാര്യം. ഇനിയുള്ള കാര്യം എന്താണ്? നടക്കാൻ ഇനി രക്ഷയില്ല. കഴിഞ്ഞു. SSLC പരീക്ഷ കഴിഞ്ഞു എന്നിട്ട് എന്താ? ഫുൾ A+ കിട്ടിയില്ല. പക്ഷെ ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടിയേനെ. ഇനി നോക്കിയിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞു പോയതല്ലയോ. അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നടക്കുകയില്ല. ഇനി അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ദി സിറ്റുവേഷൻ വി ഡിസ്ക്രൈബ് മേ നോട്ട് ഹാവ് ഹാപ്പൻഡ് യെറ്റ് ബട്ട് ആർ ലൈക്ലി ടു ഹാപ്പൻ ബിക്കോസ് വി ക്യാൻ ഈസിലി ഇമാജിൻ ദം ഹാപ്പനിങ്. ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ നടക്കും എന്ന് തന്നെ ഇമാജിൻ ചെയ്യാം. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദി ഫസ്റ്റ് കണ്ടീഷൻ. അത് ഫസ്റ്റ് കാര്യം മാത്രമാണ്. കഴിഞ്ഞു പോയിട്ടില്ല, ഇനി കഴിയത്തേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാം എന്നുള്ള കണ്ടീഷൻ. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അതായത് പ്രസൻറ്റും ഫ്യൂച്ചറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കാര്യം. ഉറപ്പായിട്ടും പ്രസൻറ്റ് ഇന്ന് നമ്മൾ ജോലി ചെയ്താൽ നാളെ നമുക്ക് കൂലി കിട്ടും. അതെന്താ? ഉറപ്പായിട്ടും നടക്കുന്ന കാര്യം. ചെയ്താൽ അല്ലാതെ പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. പക്ഷെ നടക്കും. എങ്ങനെ? ചെയ്താൽ നടക്കും. അപ്പോൾ അതെന്താണ്? പ്രോബബിലിറ്റി ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇമാജിൻ ചെയ്യാം. ഞാൻ ചെയ്തു, എനിക്ക് കിട്ടി എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷെ ചെയ്യണം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നീ ചെയ്താൽ മാത്രം അത് നടക്കും. Now identify the features of the condition clauses. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടെത്തണം. How do the sentences begin? സെൻറ്റൻസസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. Can you move the clauses at the beginning of the sentences to the end without a changing in meaning? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. How many verb phrases do you notice in each of the sentence? എത്ര വെർബ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞിരുന്നു. 2 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും കാണിച്ചിരുന്നു. ഡു ദേ ഫോളോ എ ഫിക്സഡ് പാറ്റേൺ? ഉറപ്പായിട്ട് ഫിക്സഡ് പാറ്റേൺ അല്ലേ? ആദ്യത്തെ സൈഡിൽ പ്രസൻ്റ് ആണ്, ഇപ്പുറത്തെ സൈഡിൽ ഫ്യൂച്ചറാണ്. ഫിക്സഡ് ആയിട്ടൊരു പാറ്റേൺ ഉണ്ട്. വില്ലൊക്കെ ചേർന്ന് വന്നു. ഇവിടെ പ്രസൻറ്റിൻ്റെ വെർബ് പ്രസൻറ്റ് ഫോമിലാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരാം. ക്യാൻ യു യൂസ് എനി അതർ മോഡൽ വെർബ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ ഇൻ ദ മെയിൻ ക്ലോസ്? അതൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ള കാര്യം. എന്താണ്? വില്ലിന് പകരം വേറെ ഏതെങ്കിലും ഉപയോഗിക്കാമോ? അങ്ങനെയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ മീനിങ് ആൻഡ് ഫോം ഇഫ് യു ചേഞ്ച് ദ വെർബ്സ് ഇൻ ദ. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് തരാം. അല്ലാതെ ഇപ്പം ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകത്തില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർക്കുക. ഇപ്പം നമ്മൾ നോക്കിയത് ഒറ്റ
ഒറ്റ ഒരു കണ്ടീഷനാണ്, വേറെ ഒരു കണ്ടീഷനെ പറ്റിയും ചിന്തിക്കേണ്ട. പ്രസൻറ്റിൽ നമ്മളൊരു കാര്യം ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. പഠിച്ചാൽ ജയിക്കും, അപ്പോൾ പഠിച്ചില്ലെങ്കിൽ തോക്കും. അങ്ങനെ ഓർക്കുക. പ്രസൻറ്റിലെ ഡു എന്നുള്ളത് ഓർക്കുക, ഇപ്പുറത്ത് വിൽ എന്നുള്ളത് ഓർക്കുക. അത്രയും മാത്രം ഓർത്ത് വയ്ക്കുക. ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അത് മാത്രം പഠിക്കുക. ഇനി എൻ്റെ വേറെ കണ്ടീഷൻസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത് പഠിച്ചാൽ കൺഫ്യൂഷനാവും കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. ഇൻ ദ ഫസ്റ്റ് 2 യൂണിറ്റ്സ് യു ഹാവ് ലേൺഡ് അബൌട്ട് നൗൺ ഫ്രേസസ്. ആദ്യത്തെ 2 യൂണിറ്റിലും നൗൺ ഫ്രേസിനെ പറ്റി പഠിച്ചായിരുന്നു. നൗൺ ഫ്രേസസ് യൂഷ്വലി അപ്പിയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് സെൻറ്റൻസസ്. നൗൺ ഫ്രേസ് നൗണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. അത് മിക്കവാറും വരുന്നത് എവിടെയാണ്? സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ്. ആദ്യമേ കയറി വെർബൊന്നും അല്ല എഴുതുന്നത്, നൗണിൻ്റെ ഫ്രേസ് തന്നെയാണ് ആദ്യമേ എഴുതാറുള്ളത് മിക്കവാറും. ദേ ക്യാൻ ഓൾസോ കം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് സെൻറ്റൻസസ്. പക്ഷേ അത് എവിടെയും വരാം, എൻഡിലും വരാം. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Underline the noun phrases in the subject position in the following sentences. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള നോക്കിക്കേ, അണ്ടർലൈൻ ദി നൗൺ ഫ്രേസസ്. എന്ത് ചെയ്യുക? നൗൺ ഫ്രേസസ് അണ്ടർലൈൻ ചെയ്യുക. എങ്ങനെ? ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ഇൻ ദ ഫോളോയിങ് സെൻസസ്. താഴെ തന്നിട്ടുള്ളത് വെച്ച് നോക്കുക. അത് ഒരു എക്സാമ്പിൾ തരുമ്പോൾ മനസ്സിലാവും. യു മേ ഓൾസോ ഐഡൻറ്റിഫൈ ദ ഹെഡ് നൗൺസ് ഈച്ച്. അതുപോലെ തന്നെ നൗണിൻ്റെ അത് കണ്ടുപിടിക്കുമ്പോൾ, നൗണിൻ്റെ ഫ്രേസ് കണ്ടുപിടിക്കുമ്പോൾ ഹെഡ് നൗൺ, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നൗൺ ഏതാണെന്ന് കൂടി കണ്ടുപിടിക്കണം. The little girl in the story supports him. അടുത്തത്, her brother who became a painter got inspiration from her. The girl advised her brother to paint pictures. The hills which they visited together appeared misty. The boy became a professional artist in the end. കുറേ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. Which class of words are added before the head noun? Which are the words added after the head nouns? Identify the classes of words that are added before and after the head nouns in the noun phrases. Write your observations. ഞെട്ടിപ്പോണ്ട കാര്യമൊന്നുമില്ല. താഴെ തന്നിരിക്കുന്ന കോളം ഒന്ന് നോക്കിക്കേ. നൗൺ ഫ്രേസ് അത് ഒറ്റ സെക്ഷനായിട്ട് നോക്കുക. അതിൻ്റെ താഴെ ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ് അതവിടെ നിൽക്കട്ടെ. നൗൺ ഫ്രേസ് എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. പ്രപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്, വെർബ് ഫ്രേസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓർക്കുക, നൗൺ ഫ്രേസ്. ഇപ്പം നൗണുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഭാഗം. റിലേറ്റീവ് ക്ലോസ്. റിലേറ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം ഓർത്താൽ മതി. അതിനൊരു പൂർണ്ണമായ അർത്ഥം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഹൂമും വാട്ടും ദാറ്റും ദേയും വിച്ചും ഒക്കെ വെച്ച് വരുന്നതാണത്. അതിനെന്ത് വരില്ല? ഒരു കംപ്ലീറ്റഡ് അല്ലത്. ആ ഒരു കാര്യങ്ങൾ മാത്രം ഓർക്കുക. ഹൂമെന്നും വിച്ചെന്നും ദാറ്റെന്നും ഒക്കെ വെച്ച്, വേറെന്നും ഒക്കെ വെച്ച് വരുന്നതാണ് റിലേറ്റീവ് ക്ലോസ്. അത് ഓർക്കുക. പ്രപ്പോസിഷൻസ് അറിയാമല്ലോ. ഫ്രമ്മും ടൂവും ഇന്നും ഒക്കെ പ്രപ്പോസിഷൻസ് ആണ്. അപ്പം അത് വെച്ച് വരുന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ഇനി എന്താണ് വെർബ് ഫ്രേസ്? എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ക്രിയ. എന്താണോ ചെയ്യുന്ന കാര്യം. ഇപ്പം എന്താണ്? കളിക്കുന്നു, എഴുതുന്നു, അതുപോലെ തന്നെ പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്? വെർബാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് വെർബ് ഫ്രേസ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി തന്നിരിക്കുന്ന ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനെ? നൗൺ ഫ്രേസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എത്രയായിട്ട്? 3ആയിട്ട്. എന്തൊക്കെയുണ്ട്? ഒരു ഡിറ്റർമിനർ. എന്താണ്? നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യത്തില്ലേ, ദി ഒക്കെ യൂസ് ചെയ്യില്ലേ, അതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ അഡ്ജക്റ്റീവ്. എന്താ അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു. ഇപ്പം ഞാനൊരു സാധനത്തിൻ്റെ പേരൊന്ന് ബുക്ക്. ഒരു ബുക്ക് എന്താണ്? ബ്യൂട്ടിഫുൾ ബുക്ക്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? ബുക്കിനെ ഞാനൊന്ന് ക്വാളിഫൈ ചെയ്തു. ബുക്കിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞു. നല്ല ബുക്ക് എന്ന് പറയും. പിന്നെന്താ? എ പെൻ. ഒരു പേനയുടെ കാര്യം പറഞ്ഞു. എന്താണ്? സ്മോൾ പെൻ. ഒരു ചെറിയ പേന. എന്താ? കുഞ്ഞിത്. പണ്ടൊക്കെ ഇറങ്ങുമായിരുന്നു കൊച്ചു പേന. അപ്പം ഞാൻ എന്ത് ചെയ്തു? അത് അതിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതാണ് എന്ത്? ആഡ്ജക്റ്റീവ്. ഒരു നൗണിനെ, ആ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമാകാം. എന്തിൻ്റെയും പേര്. ഒരു വസ്തുവിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു സാധനത്തിൻ്റെ, അങ്ങനെ എന്തിൻ്റെയും പേരാണ് നൗൺ. മനസ്സിലായോ? എന്താണോ നമ്മൾ ഏതിൻ്റെ കാര്യമാണോ പറയുന്നത്, ഒരാളുടെ കാര്യം ആയിക്കോട്ടെ, ബുക്കോ പേനയോ, എന്ത് കാര്യം ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള വസ്തുക്കളുടെ പേരാണ് എന്ത്? നൗൺ. കേട്ടോ? അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അത് ചുമ്മാ ഒരു പേരങ്ങ് പറയല്ല. എന്താണ്? ബോയ് എന്ന് പറയുന്നത്. കുട്ടി. ഒന്നുമില്ല, ഒരു കുട്ടി. ആ സ്മാർട്ട് ബോയ്, ഒരു സ്മാർട്ടായിട്ടുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടിയെ എങ്ങനെ നമ്മൾ സ്മാർട്ട് എന്നും പറഞ്ഞ് അവൻ്റെ ക്വാളിറ്റി കാണിച്ചു. അപ്പോൾ എന്താണ് ആ സ്മാർട്ട്? അഡ്ജക്റ്റീവ്. അത് ഓർക്കുക. ഇനി ഇത് ചെയ്യാൻ പാടുണ്ടോ നോക്കിയേ. ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി സപ്പോർട്ട്സ് ഹിം.
ഓൾറെഡി ഇവിടെ തന്നു കഴിഞ്ഞു, അവർ തന്നെ ചെയ്തിട്ടുണ്ട്. a little girl, അതിനകത്ത് ആദ്യമേ ദി എന്ന് പറഞ്ഞാൽ എന്താ, ഡിറ്റർമിനർ ആണ്. ലിറ്റിൽ എന്ന് പറയുന്നത് എന്താ, അഡ്ജക്റ്റീവ് ആണ്. കാര്യം എന്താ, ഗേള് ചെറിയതാണ് എന്ന് കാണിക്കുന്നു. ഗേള് വലുതല്ല, ചെറുതാണ്. ചെറുത് എന്ന് പറയാൻ ഉപയോഗിച്ചത് എന്തുവാ, ഗേളിൻ്റെ ക്വാളിറ്റി കാണിക്കുക. എന്താണ് അത്, ചെറിയ കുട്ടിയാണ് എന്ന് പറയാം. അപ്പം കുട്ടി ചെറുതെന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, കുട്ടിയെപ്പറ്റി പറയാനാണ് എന്തുപയോഗിച്ചത്, ചെറുത്. അതായത് നൗണിനെ പറ്റി പറയാനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ എന്താ സംഭവം, അഡ്ജക്റ്റീവ്. അപ്പോൾ ലിറ്റിൽ എന്തായിട്ട് എഴുതി, അഡ്ജക്റ്റീവായിട്ട് എഴുതി. ഇനി എന്താണ് അവിടെ ഹെഡ് നൗൺ, ആരാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹെഡായിട്ടുള്ള ആളാരാ അവിടെ, ഗേളാണ്. അപ്പം ഹെഡായിട്ടുള്ള നൗൺ അവിടെ എന്താണ്, ഗേൾ. ഇത്രയും പറഞ്ഞല്ല, ആരാ കാര്യമാ, ഗേളിൻ്റെ കാര്യമല്ലേ. അപ്പം ഹെഡ് ആരാണ് അവിടെ, ഗേളാണ്. അപ്പം നൗൺ ഫ്രേസിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഡിറ്റർമിനർ ദി, ആഡ്ജക്റ്റീവ് ലിറ്റിൽ, പിന്നെ ഹെഡ് നൗൺ ആരാണ്, ഗേൾ. ഓക്കെ ആണേ, അത് ഓക്കെ. ഇനി നമുക്ക് റിലേറ്റീവ് ക്ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹൂവോ വോട്ടോ വിച്ചോ വേറോ ദാറ്റോ ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി സപ്പോർട്ട്സ് ഹിം. ഇവിടെ എന്തില്ല, റിലേറ്റീവ് ക്ലോസ് ഇല്ല. തന്നിട്ടുണ്ടോ എന്തെങ്കിലും വോട്ടോ വിച്ചോ ഹൂവോ വെച്ച് വല്ലതും തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പം അവിടെ അത് ഇല്ല കേട്ടോ. ഇനി പ്രപ്പോസിഷൻ ഇൻ ദ സ്റ്റോറി എവിടെ ഉള്ളതാണ്, കഥയിലെ കുട്ടി. അപ്പം പ്രപ്പോസിഷൻ്റെ ഭാഗം, പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ദി സ്റ്റോറി. എവിടെയാണ് അതുള്ളത്, ഇൻ, കഥയിൽ ഉള്ളത്. എവിടെ, കഥയിൽ ഉള്ളത്. അപ്പോൾ കഥയിൽ എന്നുള്ളതാണ് നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടുന്നത്, പ്രപ്പോസിഷണൽ ഫ്രേസ്. ഇൻ വെച്ച്, ഇന്നുമായി ബന്ധപ്പെട്ട ഭാഗം. ഇൻ എന്ന് മാത്രം എഴുതിയാൽ പറ്റത്തില്ല. ഇൻ എന്ന് വെക്കുമ്പോൾ എവിടെ ഇന്ന് എന്ന് ചോദ്യം വരും. അപ്പോൾ എന്ത് വരും, ഇൻ ദി സ്റ്റോറി. എവിടെ, കഥയിൽ. അപ്പോൾ ഇൻ ദി സ്റ്റോറി എന്നുള്ളതാണ് എന്ത്, പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് ഉള്ളത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയയല്ലേ. വെർബ് ഫ്രേസ് എന്താ, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ഞാനിവിടെ ചെയ്യുന്ന ക്രിയയാണ്. അത് ഓർക്കുക, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വെർബ് തന്നെയാണ്. അപ്പം ആരെ സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട്സ് ഹിം എന്നുള്ളത് എന്താണ്, വെർബ് ഫ്രേസ്. സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം പറയുന്നു, അത് നീ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്, അവനെ എന്ന് പിന്നെ പറയത്തില്ലേ, പിന്നീട് അത് പറയണ്ട. സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്, അവനെയാണ്. അപ്പം ഐ സപ്പോർട്ട്സ് ഹിം എന്നുള്ളത്. അപ്പോൾ സപ്പോർട്ട് ഹിം എന്നുള്ളത് അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയത്തില്ലേ, അതെന്താണ്, അത് വെർബിൻ്റെ ഫ്രേസാണ്. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ, കുറച്ചെങ്കിലും. കാര്യം ഇത്രയും ചുരുങ്ങിയ സിറ്റുവേഷനിൽ ഇത്രയും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം അടുത്ത 2 കൂടി നോക്കുമ്പോൾ ക്ലിയർ ആവും. അടുത്ത എന്താണ്, ഹെർ ബ്രദർ ഹു ബിക്കെയിം എ പെയിന്റർ ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ഹർ. ഓക്കെ ആണേ. ഹെർ ബ്രദർ, അവിടെ എന്തെങ്കിലും ഡിറ്റർമിനർ ഉണ്ടോ, ഇല്ല. ദി എങ്ങാനും ഉണ്ടോ, ഇല്ല. ഇനി അഡ്ജക്റ്റീവ് ഉണ്ടോ, ഹെർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അല്ല കേട്ടോ. ഹെർ ബ്രദർ എന്നുള്ളത് ഇവിടെ എന്താണ്, ഹെഡ് നൗൺ തന്നെയാണ്. അങ്ങനെ തന്നെ എഴുതുക. റിലേറ്റീവ് ക്ലോസ് ഉണ്ട്, ഹൂ ബിക്കെയിം എ പെയിന്റർ. ഹൂ ബിക്കെയിം എ പെയിന്റർ എന്നുള്ളതാണ് അവിടെ എന്ത്, ഞാൻ പറഞ്ഞില്ലേ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൂവോ വോട്ടോ ദാറ്റോ വിച്ചോ ഒക്കെ വെച്ച് വരും, അതാണ്. അപ്പോൾ ഹൂ ബിക്കെയിം എ പെയിന്റർ എന്നുള്ളതാണ് അവിടെ എന്ത്, റിലേറ്റീവ് ക്ലോസ്. ഇനി അവിടെ എന്തുണ്ട്, പ്രപ്പോസിഷൻസ് ഉണ്ട്. എന്താണ്, ഫ്രം. ആദ്യം നോക്കേണ്ടുന്നത് അവിടെ ഏതെങ്കിലും എന്താണ്, പ്രപ്പോസിഷൻസ് ഉണ്ടോ. ഫ്രം എന്നുള്ളത് ഒരു പ്രപ്പോസിഷൻ അല്ലേ. അപ്പോൾ ഫ്രം ഹർ എന്നുള്ളതാണ് അവിടെ പ്രപ്പോസിഷണൽ ഫ്രേസ്. ഇനി എന്തോ പെൻഡിങ് ഉള്ളത്, ഗോട്ട് ഇൻസ്പിറേഷൻ. അപ്പം എന്താ, ഇൻസ്പിറേഷൻ കിട്ടി, വെർബ്. അപ്പം അതെന്താ സംഭവം, അത് വെർബ് ഫ്രേസ് ആണ്. അടുത്ത എന്താണ്, ദ ഗേൾ അഡ്വൈസ്ഡ് ഹെർ ബ്രദർ ടു പെയിന്റ് പിക്ചേഴ്സ്. വീണ്ടും ഡിറ്റർമിനർ ഉണ്ട്, ദി. അപ്പം ഹെഡ് നൗൺ ആരാ, ഗേൾ. റിലേറ്റീവ് ക്ലോസ് ഉണ്ടോ അതിനകത്ത്, ഇല്ല. പ്രപ്പോസിഷണൽ ഫ്രേസ് ഇല്ലേ, ടു ഉണ്ട്. അപ്പം ടു വെച്ചിട്ട് വരുന്ന എന്താ, ടു പെയിന്റ് പിക്ചേഴ്സ്. ഇനി എന്താ, വെർബ് ഫ്രേസ് എന്താണ്, അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക. അതൊരു ജോലിയല്ലേ, അതൊരു വെർബല്ലേ, അതെ. അഡ്വൈസ് ഹെർ ബ്രദർ, ചുമ്മാ അത് ഉപദേശിച്ചു. നീ ആരെ ഉപദേശിച്ച, അത് പിന്നെ ബ്രദറിനെ, അതിന് പ്രത്യേകം പറയണോ, വേണ്ട, ഇതിൻ്റെ കൂടെ പറഞ്ഞോ, എന്താ, അഡ്വൈസ് ഹെർ ബ്രദർ. അടുത്തെന്താണ്, അടുത്തെന്താണ്, ദി ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗെദർ അപ്പിയർഡ് മിസ്റ്റി. ദി ഹിൽസ് അതെന്താണ്, നൗണിൻ്റെ ഭാഗമാണ്. അപ്പം ദി എന്നുള്ളത് ഡിറ്റർമിനർ ആണ്, ഹിൽ എന്നുള്ളതാണ് ഇവിടെ ഹെഡ് നൗൺ. വേറെ അഡ്ജക്റ്റീവ് വല്ലതും ഉണ്ടോ, ഇല്ല. വിച്ച് ദേ വിസിറ്റഡ്, വിച്ച് വെച്ച് വരുന്നു, എന്താണ്, റിലേറ്റഡ് ആണ് അല്ലേ, റിലേറ്റീവ് ക്ലോസ് ആണ്. വിച്ച് ദേ വിസിറ്റഡ് ടുഗെദർ എന്നുള്ളത്. ഇനി എന്താണ്, അപ്പിയേർഡ് മിസ്റ്റി. അപ്പം മിസ്റ്റി എന്നുള്ളത് പ്രപ്പോസിഷണൽ ഫ്രേസും അപ്പിയേർഡ് എന്നുള്ളത് വെർബ് ഫ്രേസുമാണ്. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അതിനകത്ത് ദി എന്ന് പറയുന്നത് ഡിറ്റർമിനർ, ബോയ് എന്ന് പറയുന്നത് ഹെഡ് നൗൺ. പിന്നെന്താണ്, റിലേറ്റീവ് ക്ലോസ് അവിടെ ഇല്ല. ഇൻ ദി എൻഡ് എന്നുള്ളതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ബിക്കെയിം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ളത് എന്താണ്, വെർബ് ഫ്രേസ്.
ഇനി ആക്ടിവിറ്റി 3 ഒന്ന് നോക്കിയേ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. റീഡ് ദി ഫോളോയിങ് സൈൻ ബോർഡ്സ്, ബോർഡുകളാണ് അല്ലേ, സൈൻ ബോർഡ്സ് ആണ്. സർക്കിൾ ദി ഹെഡ് നൗൺസ് ഇൻ ദ നൗൺ ഫ്രേസസ് യൂസിങ് ദ സൈൻ ബോർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസസ് പ്രൊവൈഡഡ്. എന്താ തന്നിരിക്കുന്നതിനകത്ത് ഹെഡ് നൗൺ ഉണ്ട്, ഹെഡ് നൗൺ കണ്ടുപിടിക്കണം, അത് അണ്ടർലൈൻ ചെയ്ത് എഴുതുക. ബേബി ഓൺ ബോർഡ്, ബേബി എന്നുള്ളതില്ലേ ഹെഡ് നൗൺ, അതെ. എൻഡ് ഓഫ് റോഡ്, എന്താ എൻ്റെ എന്ന് എഴുതി വെച്ചാൽ എന്തോത്തിൻ്റെ എൻഡ് എന്ന് ചോദിക്കും, എന്തോത്തിൻ്റെ എൻ്റെ ആ റോഡിൻ്റെ, അപ്പോൾ ഹെഡ് നൗൺ ഏതാ, റോഡ്. അടുത്ത കോഷൻ, നാരോ ബ്രിഡ്ജ് എഗൈൻ, അപ്പോൾ എന്താ കോഷൻ എന്നുള്ളതോ നാരോ എന്നുള്ളതോ ഹെഡ് എന്നുള്ളതോ എഴുതാൻ പറ്റുമോ, ഇല്ല, അവിടെ എന്തോ ഒരു ബ്രിഡ്ജ് അവിടെ ഉണ്ട്, അതാണ് അവിടെ എന്ത് ഹെഡ് നൗൺ. അടുത്ത സെയിൽ, എന്താണ് സമ്മർ ക്ലോത്ത്സ് അപ് ടു 50% ഓഫ്. അപ്പം നമ്മൾ എന്തേ കാണൂ, 50% കാണത്തുള്ളൂ അല്ലേ, അതാണോ എന്തോതിനാ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തോതിനാ കൊടുക്കുന്നവർ, ക്ലോത്തിനാണ്. അപ്പം അവിടെ ഏറ്റവും ഹെഡായിട്ടുള്ള ആളാരാ, ക്ലോത്ത്സ് ആണ്. ഫർണിച്ചറിനാണോ അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അല്ല, ക്ലോത്ത്സിനാണ്. അപ്പോൾ ഹെഡ് നൗൺ ഏതാണ്, ക്ലോത്ത്സ് എന്നുള്ളതാണ്. വേ ടു ടു വീലർ പാർക്കിംഗ്, പാർക്കിംഗ് എന്നുള്ളതാണോ ഹെഡ് നൗൺ. കൊണ്ടുവന്ന് ഒരു എന്താ കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്, അപ്പം ഞാൻ ഇവിടെ പാർക്കിംഗ് എന്ന് ബോർഡ് കണ്ടിട്ടാണ് പാർക്ക് ചെയ്തത് എന്ന് പറയുന്നു. അപ്പം എന്തോ എഴുതി വെച്ചിരിക്കുന്നത് 2 വീലർ പാർക്കിംഗ് എന്നല്ലേ എന്ന് ചോദിക്കും. അപ്പം എന്താ അവിടെ ഹെഡ് നൗൺ, 2 വീലർ പാർക്കിംഗ് എന്നുള്ളത്. അപ്പം എന്തോ വ്യക്തമായിട്ട് കാണേണ്ടുന്നേ 2 വീലർ. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഹെഡ് നൗൺ ഏതാ, 2 വീലർ എന്നുള്ളതാണ്. അപ്പം അത്രയേ ഉള്ളൂ, അത് ഈസിയാണ്, ആലോചിച്ച് നോക്കുക ഏതിനാണ് ഇമ്പോർട്ടൻസ്, അത് തന്നെ എഴുതുക. ലെറ്റസ് എഡിറ്റ്, അടുത്ത എന്താ, എഡിറ്റ്. പാസേജ് എഡിറ്റിംഗ് എന്നുള്ള സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ തരാം പാസേജ് എഡിറ്റിങ്ങും. അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ, അത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം, ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. റീഡ് ദി ഫോളോയിങ് പാസേജ്, ദെയർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, ദേ ആർ അണ്ടർലൈൻഡ്, എഡിറ്റ് എറേഴ്സ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കയറി കണ്ടാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ടെൻസ്, നിങ്ങൾ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കുക, പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നമ്മുടെ ഗ്രാമർ വീഡിയോസ് നോക്കുക. ഗ്രാമർ വീഡിയോസ് നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട്, ടെൻസ് ഒക്കെ അതിനകത്തുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. കാര്യം ഇതിനകത്ത് പാസേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സാണ്. ഗ്രാമറിലെ ഏത് കാര്യവും അതിനകത്ത് യൂസ് ചെയ്യാം, സ്പെല്ലിങ്ങും വരാം, ഗ്രാമർ കാര്യങ്ങൾ മാത്രമല്ല സ്പെല്ലിങ്ങിനും മിസ്റ്റേക്സ് വരാം. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി കണ്ടുപിടിച്ച് കറക്റ്റ് ആക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ജോലി. അത് കറക്റ്റ് ആക്കുമ്പോഴത്തേക്കും എന്താണ്, നമ്മളെ എഡിറ്റിങ് ശരിയാവും. അപ്പോൾ ആദ്യം കറക്റ്റ് ചെയ്യണം നമ്മുടെ ഗ്രാമറാണ്, ഗ്രാമറും സ്പെല്ലിങ്ങും, എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂ. A pet dog swam 3 rivers, walked 30 kilometers and then keep a week's vigil outside a jail where his master was imprisoned. ആദ്യമേ കണ്ടുപിടിക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നത് ഏത് ടെൻസാണ്, എന്താണ്, സ്വാം എന്നാണ് തന്നിരിക്കുന്നത്. സ്വാം, സ്വിം അല്ല, സ്വാം. അപ്പം സെക്കൻഡ് ഫോം ആണ്, ഏതാണ് സംഭവം, പാസ്റ്റ് അല്ലേ. ആ സ്വാം എന്നുള്ളതിനകത്ത് അണ്ടർലൈൻ ഉണ്ടോ, ഇല്ല. അപ്പം അത് കറക്റ്റാണ്. അപ്പം ഏത് ടെൻസ് ആണെന്ന് അങ്ങനെ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നതിൽ അണ്ടർലൈൻ ചെയ്ത് തെറ്റായിട്ടുള്ള വെർബ് അല്ല നോക്കേണ്ടത്, കറക്റ്റായിട്ട് വെർബിനകത്ത് അണ്ടർലൈൻ ഒന്നും ഇല്ല, കറക്റ്റാണ് എന്നുള്ളത് ഏത് ടെൻസിലാണ് എന്ന് നോക്കുക. സ്വാം എന്ന് തന്നിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കുക, അത് പാസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഏത് ടെൻസിലായിരിക്കണം, പാസ്റ്റിലായിരിക്കണം, അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഇനി നോക്കാം. A pet dog swam 3 rivers, walked 13 kilometers and then keep. എന്താ കീപ്പ് എന്ന് പറയുന്നത്, പാസ്റ്റ് ആണോ, അല്ല, പ്രസന്റ് ആണ്. അതിൻ്റെ പാസ്റ്റ് എങ്ങോട്ട് എഴുതുക, kept. Kept a week's vigil outside a jail where his master was. മാസ്റ്റർ എന്ത് ചെയ്തിരുന്നു, ഇംപ്രിസൺ. ഇംപ്രിസൺ എന്ന് പറഞ്ഞാൽ പ്രസന്റാ. വാസ് ഇംപ്രിസൺ എന്ന് പറയില്ല, വാസ് ഇംപ്രിസൺഡ് എന്നാൽ മാത്രമേ അത് എന്തായി മാറൂ, പാസ്റ്റ് ആവൂ. അടുത്തെന്താ, When Shohrab was arrested, the dog swam behind the boat and ferried him across the first river to prison. The boatman, trying to drive away, hit him on the head with an oar, but he kept on. എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം. സ്വിം അല്ല, സ്വിമ്മിങ്, അത് നിർത്തിയില്ല, നീന്തിക്കൊണ്ടിരുന്നു. അർത്ഥവും കൂടി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇത് എന്താ, ഒരു നായ നീന്തി അതിൻ്റെ യജമാനൻ്റെ കൂടെ പോകുന്ന ഒരു സ്റ്റോറിയായി തന്നിരിക്കുന്നത്. At the prison, the dog waited until his owner was released from a 1-week sentence. The dog often used to cry outside the gate, but it would wag its tail in joy when his master would send it half his prison food. At Ali was jail. Ali was jail അല്ല, jailed.
For critically wounding a neighbor in his remote village, the neighbor is still suffer അല്ല, ഈസ് വന്നാൽ അതിൻ്റെ കൂടെ വരുന്ന വെർബിൻ്റെ കൂടെ ing വേണം. സഫറിങ് ഫ്രം ഇഞ്ചുറീസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അർത്ഥമൊന്നും മനസ്സിലാക്കി നമുക്ക് എല്ലാ പ്രാവശ്യവും ഗ്രാമർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മീനിങ് പറയാഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കണം വേറൊന്നിൻ്റെ കൂടെ എന്ത് വന്നാലാണ് ഇവിടെ ശരിയാവുന്നതെന്നൊക്കെ നോക്കണം. ഇവിടെ ഈസ് കണ്ടാൽ മനസ്സിലാക്കിക്കോളാം. ഈസ് സ്റ്റിൽ ഇടയ്ക്ക് വന്നു എന്നുള്ളത് കാര്യമാക്കണ്ട. ഈസ് വന്നാൽ വെർബിൻ്റെ കൂടെ ing വേണം. അതാണ് ഈസ് സഫറിങ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വാസ് റിലീസ് എന്നൊന്നും പറയില്ല. വാസിൻ്റെയൊക്കെ കൂടെ റിലീസ്ഡ് എന്നേ പറയുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ച് എഴുതുക. ലെറ്റ് us play with language. Read the following sentence from the story. It is surely beautiful for it make one happy to look at it. എന്താ ഹാപ്പി ആണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളാം. The underlined word expresses an emotion. തന്നിരിക്കുന്ന വേർഡ് എന്താണ് കാണിക്കുന്നത്? ഒരു ഇമോഷനാണ് കാണിക്കുന്നത്, ഒരു വികാരമാണ്. സന്തോഷം, ദുഃഖം, ആഹ്ലാദം, തുള്ളിച്ചടക്കം, കരച്ചിൽ എല്ലാം എന്താ ഒരു വികാരങ്ങളാണ്. കുശുമ്പ്, അസൂയ എല്ലാം വികാരമല്ലേ? അതെ. Words like happy, sad, angry, excited, pride, envy, lonely, shame, surprise, etc. are words related to emotions. അല്ലേ? ഇതെല്ലാം ഇമോഷൻസ് ആണ്. A few emotions are hidden in the word puzzle. ഇവിടെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. Find them out and circle them. One is done for you. ഒരെണ്ണം തന്നിട്ടുണ്ടല്ലേ? ഒരെണ്ണം തന്നിട്ടുണ്ട്. താഴേന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴോട്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേ വായിക്കൂ. ഇത് താഴേന്ന് മുകളിലോട്ടും കൂടെ നോക്കിക്കോണം. ചിലത് അങ്ങനെയാണ്. ഇത് തന്നെ എങ്ങനെയാ മേളിൽ നിന്ന് താഴോട്ട് വായിച്ചേ? CONFUSED, കൺഫ്യൂസ്ഡ്. താഴേന്ന് മേളിലോട്ട് വായിച്ചാൽ ഒരു ഐഡിയയും കിട്ടില്ല. ഇനി കണ്ടുപിടിച്ചോളുക. ഒരെണ്ണം ഞാൻ കൂടെ കണ്ടുപിടിച്ചു. ലെഫ്റ്റ് സൈഡിൽ ഷെയിം കണ്ടോ? താഴേന്ന് മേളിലോട്ട് വായിക്കുമ്പോൾ envy കാണാം. പിന്നെ സാഡ് ഉണ്ട്. ഡാസ് എന്നാൽ അവിടെ നമുക്ക് തോന്നും, പക്ഷെ താഴേന്ന് മേലോട്ട് വയ്ക്കുമ്പോൾ സാഡ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? സർപ്രൈസ്ഡ് ഉണ്ട്, എക്സൈറ്റഡ് ഉണ്ട്, ലോൺലി ഉണ്ട്, ആംഗ്രി ഉണ്ട്, ഹാപ്പി ഉണ്ട്, പ്രൈഡ് ഉണ്ട്. ഒരുവിധം എല്ലാ വേർഡ്സും ഉണ്ട്. ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. എന്താണ്? ഹിയർ ഈസ് അനദർ ഗെയിം ദാറ്റ് യു ക്യാൻ അറ്റംപ്റ്റ്. വേറൊരു ഗെയിമും കൂടെ ഉണ്ട്. ഈ ഗെയിം മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഇനി അങ്ങോട്ട് ചോദിക്കും കേട്ടോ. വലിയ പരീക്ഷയ്ക്ക് ചോദിക്കും. സം വേർഡ്സ് ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. കറക്റ്റ് ഓർഡറിലല്ലാതെ എന്താണ് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൽഫബറ്റ്സ് മാറ്റി ഇടും. ജംബിൾ ചെയ്തിടും എന്നാണ് അതിന് പറയുന്നത്. അത് കറക്റ്റ് ഏത് വാക്കാണെന്ന് കണ്ടുപിടിക്കണം. എന്താണ്? TERS. അത് വെച്ച് വാക്ക് കണ്ടുപിടിച്ചേ. എന്താണ്? റെസ്റ്റ്. അടുത്ത NTIKH. എന്താണ്? തിങ്ക്. അടുത്തത് എന്താണ്? ഫീൽ. അതിൻ്റെ അടുത്തത് സ്ലീപ്പ്. അത് കഴിഞ്ഞാൽ പെയിൻറ്റ്. അത് കഴിയുന്നത് ലോഫ്. പിന്നീട് വരുന്നത് എക്കോ. പിന്നീട് ത്രോ. പിന്നീട് നോ. പിന്നീട് വണ്ടർ. അത് കഴിഞ്ഞാൽ സ്റ്റീൽ. അത് കഴിഞ്ഞാൽ ഹിയർ. അത് കഴിഞ്ഞാൽ സ്പീക്ക്. അത് കഴിഞ്ഞാൽ ഗ്യാദർ, പ്രോമിസ്, ലിസൺ, ലുക്ക്, ആൻസർ. ഇത്രയും കാര്യങ്ങളാണുള്ളത് അല്ലേ? Now write the encircled letters. ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്ന ബോക്സിനകത്ത് ഏതൊക്കെയോ കോളത്തിനകത്ത് ഇങ്ങനെ സർക്കിൾ ഉണ്ട് റെഡ് കളറിൽ. അപ്പോൾ അതിനകത്തുള്ളത് കറക്റ്റായിട്ടൊന്ന് എടുത്ത് എഴുതണം. എവിടെ? താഴെ തന്നിട്ടുണ്ട്. Now write the encircled letters in the boxes given below. കറക്റ്റായിട്ട് ഓർഡറിൽ. ആദ്യത്തെ THE എന്ന് എഴുതുമ്പോൾ ദി കിട്ടി. അടുത്ത എന്താണ്? ദി ലൈറ്റ് ഓൺ ദി ഹിൽ. സംഭവം എന്തുവാ? പാടത്തിൻ്റെ പേര് കിട്ടിയല്ലേ? ഭയങ്കര ബുദ്ധിപരമായ രീതിയിലുള്ള പസിലാണ് ഇതൊക്കെ അല്ലേ? ഇങ്ങനത്തെ ഗെയിമുകളാണ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു ജോലിയായിരുന്നു നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി. ഞാനത് ഇന്നും ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് പേടിയായിരുന്നു. കാര്യം അത്രയ്ക്കും ഉണ്ട്. ആക്ടിവിറ്റീസ് തന്നെ കൂടുതലുണ്ട്. നോട്ട്സ് പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. കാര്യം ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് കൂടി ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലേ. എന്താണ്? റിലേറ്റഡ് നൗൺസും ഫ്രേസുകളും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒറ്റ വീഡിയോയിൽ ഇങ്ങനെ കിടക്കുന്നത് എനിക്കും ഓരോ ചാപ്റ്റർ
ചാപ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു ഇങ്ങനെ ഓരോ ഗ്രാമറെങ്കിൽ നമുക്കത് പഠിപ്പിച്ച് പോകാൻ എളുപ്പമുണ്ടായിരുന്നേനെ. ഇത് എല്ലാം കൂടി ഒരെണ്ണത്തിൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഏത് പഠിപ്പിക്കും? ഒരു വീഡിയോ തന്നെ നമുക്കൊരു 30 മിനിറ്റിന് മുകളിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ കംപ്ലയിൻറ്റ് വരും. എന്താണ് ഇത് 2ആയിട്ട് ചെയ്യുമോ 3ആയിട്ട് ചെയ്യുമോ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ഒരു ചാപ്റ്റർ തന്നെ ഞാനിപ്പോൾ 3ആയിട്ടാണ് ചെയ്യണേ. ചാപ്റ്റർ 2ആയിട്ട് ഞാൻ ചെയ്യില്ല, അത് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2ആയിട്ടും 3ആയിട്ടൊക്കെ ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ പകുതി ഒരു ക്ലാസ്സിൽ എടുത്തിട്ട് ബാക്കി പകുതി, അതായത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പറയുന്നത്, കഥയുടെയും കവിതയുടെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ഇട്ടാൽ മതി. ആദ്യത്തെ പകുതി നിങ്ങൾ കേട്ടുള്ളെങ്കിലും സാരമില്ല, അത്രയും മനസ്സിലായല്ലോ. പക്ഷെ കഥകൾ അങ്ങനെയാണോ? പകുതി കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ബാക്കിയും കൂടി കിട്ടണ്ടേ? കവിതയോ ആയിക്കോട്ടെ കഥ ആയിക്കോട്ടെ, അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും കഥയും കവിതയൊക്കെ കംപ്ലീറ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് വലുതാണെങ്കിൽ മാത്രമേ ഞാൻ മുറിച്ച് ചെയ്യാറുള്ളൂ. അതും കുഞ്ഞു കുട്ടികൾക്കാണ് കൂടുതലും അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വീഡിയോ ഉണ്ടാവും. പിന്നീടുള്ളത് എന്താണ്? നോട്ട്സ്. മിക്കവാറും ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് ചെയ്യും. ആക്ടിവിറ്റി ഒരുപാടുണ്ടെങ്കിൽ അത് 2 പാർട്ടായിട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അത് ഒരു പാർട്ടായിട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കാം. അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും, കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോഷ്യലിൻ്റെ ബാലൻസ്, അതിൻ്റെ എൻ്റെ കയ്യിൽ നിങ്ങളുടെ സോഷ്യലിൻ്റെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ അത് എടുത്ത് തരാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് പെൻഡിങ് ആയത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അതുകൂടി എടുത്ത് തരുന്നതായിരിക്കും. പിന്നീട് നിങ്ങളുടെ സോഷ്യലിൻ്റെ ബാലൻസ് ചാപ്റ്റേഴ്സ്, സോഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ ജോഗ്രഫി ഒക്കെയാണ്, എനിക്കറിയാമെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. അറിഞ്ഞുകൂടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യില്ല. തെറ്റ് പറഞ്ഞു തരാൻ എനിക്ക് തീരെയും താല്പര്യമില്ല. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൂടാന്ന് തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം. ഓക്കെ, അപ്പോൾ അറിയാമെങ്കിൽ മാത്രം അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കി ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ആക്ടിവിറ്റീസൊക്കെ കുറവാണ്. എത്രയും വേഗം എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.